അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം വളരെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയാം. നമുക്ക് കാൽക്കുലേറ്റീവ് ആംഗിളിൽ വളരെയധികം കാൽക്കുലേറ്റീവ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിന്റെ ആൻസേഴ്സും കാണാൻ പറ്റും, എന്തുമാത്രം വലിയ വാല്യൂസ് ആണ് ആൻസേഴ്സിലും തന്നിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എക്സ് പവർ 4 പ്ലസ് 1 ബൈ എക്സ് പവർ 4 ഈക്വൽ ടു 2207, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് പവർ 7 പ്ലസ് 1 ബൈ എക്സ് പവർ 7 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് പവർ 7 പ്ലസ് 1 ബൈ എക്സ് പവർ 7 എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം നോക്കാം. സോ എക്സ് പവർ 7 പ്ലസ് 1 ബൈ എക്സ് പവർ 7. അപ്പം നമുക്ക് തന്നേക്കുന്നത് തന്നെ നമ്മളൊന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ് പവർ 7 വരണമെങ്കിൽ നിങ്ങൾക്കറിയാം നമുക്കിവിടെ എക്സ് പവർ 4 തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് പവർ 4നെ എക്സ് ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എക്സ് പവർ 4 പ്ലസ് എക്സ് പവർ 4 ഇൻറ്റു എക്സ് പവർ 7 നമുക്ക് ചെയ്യുമ്പോൾ പവേഴ്സ് എന്താവും? ആഡ് ആവും. എക്സ് പവർ 4 ഇൻറ്റു എക്സ് പവർ എക്സ് ക്യൂബ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ പവേഴ്സ് എന്താവും? ആഡ് ആയിട്ട് എക്സ് പവർ 4 പ്ലസ് എക്സ് ക്യൂബ് നമുക്ക് ആ 4 പ്ലസ് 3 7 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന തന്നെ നമ്മളൊന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തന്നേക്കുന്ന എക്സ് പവർ 4 പ്ലസ് 1 ബൈ എക്സ് പവർ 4 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ്. അപ്പോൾ നമുക്ക് ഈ എക്സ് പവർ 7 പ്ലസ് 1 ബൈ എക്സ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ് പവർ 4 പ്ലസ് 1 ബൈ എക്സ് പവർ 4 ഇൻറ്റു എക്സ് പവർ 7 പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് നമുക്ക് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ എക്സ് പവർ 4 ഇൻറ്റു എക്സ് ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് ആ പവേഴ്സ് ആഡ് ആയിട്ട് എക്സ് പവർ 7 എന്ന് വരും. അതേപോലെ 1 ബൈ എക്സ് പവർ 4 ഇൻറ്റു 1 ബൈ എക്സ് ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് 1 ബൈ എക്സ് പവർ 7 എന്ന് വരുന്നുണ്ട്. പവേഴ്സ് അഗെയിൻ ആഡ് ആവും. പക്ഷേ ഒരുപാട് പേരും ചെയ്യാൻ നേരത്ത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമല്ല അവിടെ നിന്ന് വരുന്നത്, ഇതിൽ കൂടുതൽ ടേംസ് വരും. അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്കിവിടെ എത്ര ടേംസ് ഉണ്ട്? ഈ ഒരു ബ്രാക്കറ്റിൽ 2 ടേംസ് ഉണ്ട്. ഈ ഒരു ബ്രാക്കറ്റിൽ എത്ര ടേംസ് ഉണ്ട്? 2 ടേംസ് ഉണ്ട്. ഇടയ്ക്ക് ഇൻറ്റു അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 2 എത്ര വരും? 4 വരും. സോ 2 ടേം ഇൻറ്റു 2 ടേം ചെയ്യുമ്പോൾ 4 ടേംസ് വരണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കില്ല, അത് കൂടാതെ അഡീഷണൽ വരുന്ന ടേംസിനെ നമ്മളോട് കൺസിഡർ ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ പ്ലസ് ബാക്കി വരുന്ന ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ എക്സ് പവർ 4 ഇൻറ്റു നമ്മൾ ഇവിടുത്തെ 1 ബൈ എക്സ് ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു എക്സ് മാത്രം വരും. ബിക്കോസ് എക്സ് പവർ 4 ഇൻറ്റു 1 ബൈ എക്സ് ക്യൂബ് ചെയ്യുമ്പോൾ ക്യൂബും പവർ 4ഉം ക്യാൻസൽ ആയിട്ട് ഒരു എക്സ് മാത്രം ബാക്കി വരും. പ്ലസ് അതേപോലെ തന്നെ 1 ബൈ എക്സ് പവർ 4 ഇൻറ്റു എക്സ് ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സ് ക്യൂബും താഴത്തെ എക്സ് പവർ 4ഉം ക്യാൻസൽ ആയിട്ട് ഒരു 1 ബൈ എക്സ് നമുക്ക് ബാക്കി വരും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമുക്ക് എന്തൊക്കെയാണ് ഇനി ആവശ്യമുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ന് നമുക്ക് ഇവിടെ ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ട് ആൻഡ് എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് എക്സ് പവർ 4 പ്ലസ് 1 ബൈ എക്സ് 4 നമുക്ക് ഓൾറെഡി അറിയാം, തന്നിട്ടുണ്ട് 2207 ആണെന്ന്. പക്ഷേ നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് നമുക്ക് അറിയത്തില്ല, നമുക്ക് അത് കണ്ടുപിടിക്കണം. ഇനി ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് നമുക്ക് വേണ്ടിയത് ഇതാണ്. ആൻഡ് നമുക്ക് എക്സ് പ്ലസ് 1 ബൈ എക്സും നമുക്ക് അറിയത്തില്ല, നമുക്ക് ആദ്യം വേണം. സോ നമുക്ക് ആവശ്യമുള്ള ഈ ഒരു കാര്യങ്ങളെ ഡിറ്റർമൈൻ ചെയ്യാം ആദ്യമേ. സോ അതെങ്ങനെ ചെയ്യാം? സോ അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു വാല്യൂസിനെ നമുക്ക് യൂസ് ചെയ്യാം. സോ എക്സ് പവർ 4 പ്ലസ് 1 ബൈ എക്സ് പവർ 4. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ റെഡ്യൂസ് ചെയ്ത് എക്സ് പ്ലസ് 1 ബൈ എക്സിലേക്ക് എത്തിക്കണം. സോ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന എക്സ് പവർ 4 പ്ലസ് 1 ബൈ എക്സ് പവർ 4 ഈക്വൽ ടു നിങ്ങൾക്ക് 2207 തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ പവർ 4നെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഏതിലേക്കായിരിക്കും വരുന്നത്? സ്ക്വയറിലേക്കായിരിക്കും വരുന്നത്. സോ ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്തെടുക്കാം. സോ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈക്വൽ ടു നിങ്ങൾക്ക് ആ തന്നേക്കുന്ന ആ ഒരു വാല്യൂ എടുക്കുക 2207. അതിന്റെ കൂടെ 2 കൂടി ആഡ് ചെയ്യുക ആൻഡ് ദെൻ അതിന്റെ റൂട്ട് എടുക്കുക, ഫുൾ റൂട്ട് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ക്വയറിന്റെ വാല്യൂ എന്താണെന്നുള്ളത് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് പ്ലസ് ചെയ്യുമ്പോൾ 2209 എന്ന് വരും. ആൻഡ് റൂട്ട് ഓഫ് 2209 എന്ന് പറയുന്നത് 47ന്റെ സ്ക്വയർ ആണ് ആ ഒരു തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടുന്ന് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ത് വരും? 47 വരും. നമുക്ക് ഇതിനെ ഫെർദർ റെഡ്യൂസ് ചെയ്യണം. സോ ഫെർദർ റെഡ്യൂസ് ചെയ്യാം ബിക്കോസ് നമുക്ക് വേണ്ടി എക്സ് പ്ലസ് 1 ബൈ എക്സ്. സോ അഗെയിൻ എക്സ് പ്ലസ് 1 ബൈ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം ചെയ്ത അതേ പ്രോസസ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ കിട്ടിയ 47 എടുക്കുക, അതിന്റെ കൂടെ ഒരു 2 കൂടി ആഡ് ചെയ്യുക ആൻഡ് ദെൻ അതിന്റെ ഫുള്ള് റൂട്ട് എടുക്കുക. സോ അങ്ങനെയാണെങ്കിൽ 47 പ്ലസ് 2 നമുക്കറിയാം 49 എന്ന് വരും. ആൻഡ് റൂട്ട് ഓഫ് 49 നമുക്ക് എന്തെന്ന് കിട്ടും? 7 എന്ന് കിട്ടും. സോ ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു വാല്യൂ കിട്ടി. എക്സ് പ്ലസ് 1 ബൈ എക്സ് ഈക്വൽ ടു 7 എന്ന് നമുക്ക് കിട്ടി. സോ നമുക്ക് എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇതിന്റെ വാല്യൂ എന്താണ്? 7 ആണ്. നമുക്ക് ആ ഒരു വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് വേണം. അതും നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് പ്ലസ് 1 ബൈ എക്സ് കിട്ടിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ്
1/h³ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ കിട്ടിയേക്കുന്ന 7 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് a³ - 3a എന്ന് പറയുന്നത്. അതിൽ a എന്ന് പറയുന്നത് നമ്മുടെ ഈ 7 ആണ്. ലൈക്ക് ഇവിടെ നമുക്ക് കിട്ടുന്ന h + 1/h = എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ a എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 7 ക്യൂബ് - 3 × 7. സോ 7 ക്യൂബ് എന്ന് പറയുന്നത് 343 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. -3 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. സോ അത് രണ്ടും കൂടി നമ്മളൊന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 3, 4 ന് 2 പോയാൽ നമുക്ക് 2 എന്ന് വരും, ആൻഡ് 3 ന് 1 പോയാൽ നമുക്ക് 2 എന്ന് വരും. അപ്പോൾ നോക്കിയാൽ നമുക്ക് h³ + 1/h³ വാല്യൂ 322 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഇതിന്റെ വാല്യൂ 322 എന്ന് വരും. പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതൊന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി നമുക്ക് ആൻസർ എടുക്കാൻ. സോ അങ്ങനെയാണെങ്കിൽ ഇനി വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് h⁻7 + 1/h⁻7 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ ഇടയ്ക്ക് ഇൻറ്റു ആണ്. സോ ഈ രണ്ട് വാല്യൂസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഈ h + 1/h ഇവിടെ പ്ലസ് അല്ലേ, അത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് ആകും. അപ്പോൾ അത് ജസ്റ്റ് ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് 7 മൈനസ് ചെയ്താൽ മതി. പക്ഷേ ഇനിയുള്ള പ്രശ്നം നമുക്ക് ആ 2207 × 322 - 7 ലൈക്ക് എൻ്റെ ഒരു ഫൈനൽ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം. 2207 × 322 നമ്മുടെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ 7 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ -7 വരും. നമുക്ക് ഇത് സോൾവ് ചെയ്ത ആൻസർ കിട്ടും. പക്ഷേ അഗൈൻ ഇനി ഇത് സോൾവ് ചെയ്യുന്നത് വളരെയധികം നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ ഒരുപാട് സമയം പോകും. സോ എങ്ങനെ പെട്ടെന്ന് ആൻസർ എടുക്കാം? ജസ്റ്റ് എന്ത് ചെയ്യുക? യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്യുക. 7ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? 14 എന്ന് വരും അല്ലെ. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 4 ആണ്. ഇനി 4ൽ നിന്ന് നമ്മൾ 7 മൈനസ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും വരാൻ പോകുന്നത്? 14 - 7 നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് 7 തന്നെ അല്ലേ വരാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസിലേക്ക് വരുമോ? ഓപ്ഷനിൽ അവസാനത്തെ ഡിജിറ്റ് 7 ഏത് ഓപ്ഷനിലാണോ ഉള്ളത്? ഓപ്ഷൻ ബി ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പോൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സമയം പോകാൻ ഓൾറെഡി നമ്മൾ ഒരുപാട് സമയം പോയി അല്ലെ ഇത്രയും വലിയ കാൽക്കുലേഷൻസ് ചെയ്യാൻ. പക്ഷേ ആ ക്വസ്റ്റ്യൻ അത്രയും വലുതാണ്. പക്ഷേ ഏറ്റവും അവസാനം ഒരുപാട് സമയം പോകാൻ സാധ്യതയുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഏറ്റവും അവസാനം വന്നത്. പക്ഷേ ആ കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് സമയം കളയുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് എടുക്കാം. സോ ഐ ഹോപ്പ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതും ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ അതിനെ വളരെ സിമ്പിൾ സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊക്കെ പല വാല്യൂസ് എസ്പെഷ്യലി ആ 7 എന്ന് പറയുന്ന വാല്യൂ അതുപോലെ 322 എന്നൊക്കെ പറയുന്ന വാല്യൂസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് മൈൻഡിൽ എടുക്കാവുന്നതാണ്. വൺസ് അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മേളത്തെ സ്റ്റെപ്പ് മാത്രം നിങ്ങൾക്ക് ആ യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്താൽ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. സോ ഇത്രയും സ്റ്റെപ്സ് വരത്തില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ ഒരു 4 സ്റ്റെപ്സ് ആണ്, 4 ലൈനാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ നമുക്കത് പറഞ്ഞു തരണമെങ്കിൽ നമുക്ക് മാത്രം ആൻസർ ചെയ്താൽ മതിയെങ്കിൽ അത്രയും പോലും സ്റ്റെപ്സിന്റെ ആവശ്യം വരത്തില്ല.